RSS നേതാവിന് തൃശൂരിലുണ്ട് പ്രത്യേക വോട്ടർ ID കാർഡ് ഒന്ന്. ആലത്തൂർ മണ്ഡലത്തിലെ RSS നേതാവിനും ഭാര്യയ്ക്കുമാണ് തൃശൂരിൽ വേറെ തിരിച്ചറിയൽ കാർഡുള്ളത്. ഭാരതീയ വിചാര കേന്ദ്രം മുൻ ഭാരവാഹി KR ഷാജിക്കാണ് രണ്ട് തിരിച്ചറിയൽ കാർഡ്. രണ്ട് നമ്പറുകളിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡും വോട്ടും ഉണ്ടാകുന്നത് ഗുരുതര കുറ്റകൃത്യമാകുമ്പോഴാണ് RSS നേതാവിന് രണ്ട് ID കാർഡുകൾ കണ്ടെത്തിയത്. മീഡിയ വണ്ടെ അന്വേഷണം തുടരുന്നു. രണ്ട് സ്ഥലത്ത് വോട്ടുള്ളത് കൊണ്ടാണ് രണ്ട് ID കാർഡ് കിട്ടിയത് എന്നാണ് RSS നേതാവ് KR ഷാജി മീഡിയ വണ്ണോട് പറയുന്നത്. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാനാണ് തൃശ്ശൂരിൽ വോട്ട് ചേർത്തത്. എന്നാൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. താനായിട്ട് രണ്ട് തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയിട്ടില്ല. രണ്ട് ID കാർഡ് ഉണ്ടാക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയില്ലെന്നും ഷാജി മീഡിയ വണ്ണോട് പറഞ്ഞു. രണ്ട് സ്ഥലത്ത് വോട്ട് സ്വാഭാവികമായിട്ടും രണ്ട് ID കാർഡ് വരില്ലോ? ഇല്ല, വരില്ല. അതിപ്പോ ഇലക്ഷൻ കമ്മീഷണറൊന്ന് ചോദിക്കേണ്ടി വരും. എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കിയതല്ല. എന്തായാലും സുഹൃത്തെ, ഞാൻ മറ്റേ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള മോഹം കൊണ്ട് തന്നെയാണ് തൃശ്ശൂര് താമസിക്കുന്ന സമയത്ത് അവിടെ വോട്ടാക്കി. എന്തായാലും ഇപ്പോ നിയമം അനുശാസിക്കുന്ന രണ്ട് വോട്ട് എനിക്ക് രണ്ട് സ്ഥലത്തുണ്ട്. അതിൽ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്താൽ ഞാനൊരു ക്രിമിനൽ കുറ്റം ചെയ്തു. ഞാൻ ചെയ്തിരിക്കുന്നത് ആലത്തൂരാണ്. രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ രണ്ട് ID കാർഡ് ഉണ്ടാവും. അത് ആ വോട്ടർ പട്ടികയുടെ സാധനം തന്നെയാണല്ലോ, ഡീറ്റെയിൽ തന്നെയാണല്ലോ. എന്തായാലും ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതല്ല, എനിക്ക് അതിന്റെ സാങ്കേതിക വിദ്യ അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാറട്ടെ. മൊത്തം ഓൾ ഇന്ത്യ ലെവലിൽ വലിയൊരു മാറ്റത്തിന് ഇത് കാരണം ഞാനൊരു നിമിത്തമാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് കൂട്ടി നിൽക്കാനോ ഉദ്ദേശിച്ചില്ല. എന്തായാലും ഇതിന്റെ സുഹൃത്തായിട്ടൊന്നും ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അവർക്ക് വോട്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമവിരുദ്ധമായിട്ട് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് എന്നെ നിലനിർത്തുന്ന ഘടകം. ഞാൻ രണ്ട് വോട്ട് ചെയ്തിട്ടില്ല, ഒരു വോട്ട് ചെയ്തു. എന്റെ ഇലക്ഷൻ കാർഡ് കൊടുത്തിട്ടാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ കൂടുതൽ മറ്റേ വോട്ട് പുതിയതായിട്ട് വോട്ട് ചേർത്തത്. സ്വാഭാവികമായിട്ടും അത് മാറുമെന്നാണ് ഞാൻ ധരിച്ചത്. മാറിയില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ ഞാൻ എന്റെ പഴയ സ്ഥലത്ത് തന്നെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവരും കൂടി വോട്ടുന്നത് കണ്ടപ്പോ പിന്നെ തൃശ്ശൂർ പോകണ്ടെന്ന് തീരുമാനിച്ചു. എന്റെ അമ്മയും കൂടി വന്നിട്ടെങ്കിൽ ഞാൻ പെട്ടുപോയിരുന്നു. അമ്മേനെയും വിളിച്ചതാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇപ്പൊ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും തൃശ്ശൂര്. അപ്പൊ പെട്ടുപോയിരുന്നു ഞാൻ. നിങ്ങളുടെ മുന്നിൽ ഉത്തരവില്ലാതെ ഞാൻ പ്രതിസന്ധിയിലായിരുന്നു. സാജിദ് അജ്മൽ, സാജിദ് എന്താണ് ഷാജി വിശദീകരിക്കുന്നത്? നിഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കാര്യം, നമുക്ക് കൂടുതൽ വ്യാജ ID കാർഡ് നിർമ്മിച്ച രണ്ട് ID കാർഡ് നിർമ്മിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഇതിൽ ഷാജിയുടേതാണ് നമ്മൾ രാവിലെ മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഷാജിക്ക് മാത്രമല്ല കൃഷ്ണൻ മാസ്റ്റർക്കും രണ്ട് ID കാർഡ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യം ഉള്ളത് ഈ തിരൂർ നിയമസഭാ മണ്ഡലത്തിലെ അതായത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഒന്ന്, തൃശ്ശൂരിനായി അദ്ദേഹം മറ്റൊന്ന് നിർമ്മിച്ചു. രണ്ടിന്റെയും എപ്പിക് നമ്പർ വ്യത്യസ്തമാണ്. ഒന്ന് ഈ അദ്ദേഹത്തിന് ആദ്യം മുതലുള്ളത് ZBT 216666 8 എന്നാൽ തൃശ്ശൂർ വോട്ട് ചെയ്യാനായി അദ്ദേഹം IDZ 2346195 എന്ന് നിർമ്മിച്ചു. ഇത് കൂടാതെ ആദർശ് പുതിയ ID കാർഡ് നിർമ്മിച്ചു. അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആതിരയുടെ ഭർത്താവ് പുതിയ ID കാർഡ് നിർമ്മിച്ചു. ഇത് കൂടാതെ BJPയുടെ പ്രാദേശിക നേതാവ്, തൃത്താലയിലെ പ്രാദേശിക നേതാവായ ഉമ വേറെ മറ്റൊരു ID കാർഡ് നിർമ്മിച്ചു. ഇങ്ങനെ തൃശ്ശൂരിലേക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം പുതിയ ID കാർഡുകൾ നിർമ്മിച്ചു എന്നുള്ളത് വളരെ ഗൗരവമാണ്. അവർക്ക് അഡ്രസ്സ് മാറ്റിയെടുക്കാൻ കഴിയും. അതായത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് തിരൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ വോട്ട് സ്ഥിരതാമസം 6 മാസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ തൃശ്ശൂരിലേക്ക് മാറ്റുന്നതിൽ തെറ്റില്ല. പക്ഷേ അദ്ദേഹം മറ്റൊരു എപ്പിക് നമ്പറിൽ മറ്റൊരു ID കാർഡ് നിർമ്മിച്ചു എന്നുള്ളതാണ്. അത് സംസ്ഥാന ഉപാധ്യക്ഷൻ വരെ അത്തരത്തിൽ നിർമ്മിച്ചതിന്റെ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. നിഷാദ്, എന്നുവെച്ചാൽ ഇത് ഈ കാര്യത്തിൽ രണ്ട് ID കാർഡുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്കും ഉണ്ട്, ഈ ഷാജിക്കും ഉണ്ട്. അതെങ്ങനെ ഉണ്ടായി എന്നാണ് ഈ ഷാജി നിഷ്കളങ്ക സ്വഭാവത്തിൽ വിശദീകരിക്കുന്നത്? സാജിദ്,
നിഷാദ്, നമ്മൾ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്കും ഷാജിക്കും മാത്രമല്ല മറ്റ് പലർക്കും ഈ 2 ID കാർഡുകൾ ഉണ്ട്. അത് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററോട് നമ്മൾ ചോദിച്ചിരുന്നു, ഷാജിയോട് ചോദിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറയുന്നത് താൻ ഇങ്ങോട്ട് മാറ്റാൻ കൊടുത്തു, 2 ID കാർഡ് എങ്ങനെ വന്നു എന്നതിനെ കുറിച്ച് തനിക്ക് വ്യക്തതയില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഷാജിയും 2 സ്ഥലത്ത് ID കാർഡ് ഉള്ളതുകൊണ്ട് 2 ID കാർഡ് 2 സ്ഥലത്ത് വോട്ടുള്ളതുകൊണ്ട് 2 ID കാർഡ്. ഷാജി പറയുന്നത് പോലെ ഈ സംസ്ഥാന ഉപാധ്യക്ഷൻ BJPയുടെ ഉപാധ്യക്ഷന് ഈ 2 സ്ഥലത്ത് വോട്ടുള്ളതുകൊണ്ട് 2 ID കാർഡ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. കാരണം അത്രയും തെരഞ്ഞെടുപ്പുകളിൽ ഈ പരിചയ സമ്പന്നനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ താൻ ഇങ്ങോട്ട് മാറ്റാൻ, തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റാൻ അപേക്ഷ കൊടുക്കുകയാണ്. എങ്ങനെയാണ് 2 ID കാർഡ് വന്നത് എന്നത് സംബന്ധിച്ച് തനിക്ക് അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വരികയാണ്. ഒരേ 2 ID കാർഡുകൾ ഉപയോഗിക്കുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ പല ആളുകളും. ഈ പറയുന്ന RSS നേതാവായ ഷാജിയും BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഉണ്ണികൃഷ്ണനുമെല്ലാം 2 ID കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും 2ഇടത്തെ വോട്ടർമാരായി തുടരുന്നു എന്നതാണ് ഏറ്റവും വലിയ സ്തോഭജനകമായ വിവരമായി പുറത്തു വരുന്നത്.